ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കറിയാം ചായക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിന്നൊരു ടീ ടൈം സ്നാക്കായിട്ടാണ് വന്നേക്കുന്നത്. സ്പൈസി ജിഞ്ചർ കുക്കീസ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇത് നമ്മുടെ നാട്ടിലെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന മസാല കുക്കീസിൻ്റെ ഒക്കെ അതുപോലെയൊക്കെയുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പി നോക്കാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1.5 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് പഞ്ചസാര, 50 ഗ്രാം ബട്ടർ, ഒരു മുട്ട. ഇനി കുറച്ച് സാധനങ്ങൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കാനുണ്ട്. അതിന് മുന്നേ ഈ ബേക്കിംഗ് സോഡയും ഉപ്പും മൈദയിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം ബട്ടറിലേക്ക് പഞ്ചസാരയും മുട്ടയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 5-6 കൊച്ചുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ടാലും മതി, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിക്സറിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ മിക്സ്ചർ മൈദയിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് നല്ല ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുക്കണം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരു വലിയ ഷീറ്റായിട്ട് പരത്തിയെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് കുക്കീസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കൈ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് മാറ്റിയിട്ട് അതിനെ പരത്തിയെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം റൗണ്ടായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കുക്കി കട്ടർ യൂസ് ചെയ്തിട്ടാണല്ലോ, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണെങ്കിലോ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് ഓരോന്നും ഇനി ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ബേക്കിംഗ് ട്രേയിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഒന്നര കപ്പ് മൈദയിൽ നിന്ന് എനിക്ക് 15 കുക്കീസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് 160 ഡിഗ്രിയിൽ 15-20 മിനിറ്റ് ബേക്ക് ചെയ്യണം. അല്ലെങ്കിൽ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ ചെയ്തിരിക്കുന്നത് 165 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ആയപ്പോഴേക്കും എൻ്റെത് റെഡിയായി. ഇത് വളരെ തിന്നായിട്ട് ചെയ്തുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയത്. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കുക്കീസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.